നിക്കോളാസ് മഡൂറ എന്ന് പറയുന്ന വെനിസ്വേലയുടെ ഭരണാധികാരിയെ വലിയൊരു കുറ്റവാളിയായി പ്രഖ്യാപിച്ച ശേഷം ഡൊണാൾഡ് ട്രംപ് വെനിസ്വേലയുടെ വലിയ എണ്ണ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴിതാ വെനിസ്വേല ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഏത് നിമിഷവും ഒരു ആക്രമണം അമേരിക്കയും വെനിസ്വേലയും തമ്മിൽ ഉണ്ടാകാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴിതാ 15,000 സൈനികരെ വിന്യസിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെനിസ്വേല വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? മയക്കുമരുന്ന് കാർട്ടലുകളിൽ നിന്നുള്ള ഭീഷണിയെ നേരിടാൻ വെനിസ്വേലയുടെ ജലാശയങ്ങൾക്ക് സമീപം നാവിക സാന്നിധ്യം US വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തന്റെ രാജ്യത്തെ ആക്രമിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് പ്രസിഡന്റ് മഡൂറോ പറയുന്നു. വെനിസ്വേലയെ ആക്രമിക്കാൻ പദ്ധതിയില്ലെന്ന് പറഞ്ഞ് US ആരോപണങ്ങൾ അത് നിഷേധിക്കുകയും ചെയ്തു. എന്നിരുന്നാലും തീവ്ര ഇടതുപക്ഷ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ തങ്ങളുടെ തീരത്ത് 15,000 സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. മറുവശത്ത് രാജ്യത്തെ യുവാക്കളോട് മിലീഷ്യയിൽ ചേരാൻ അദ്ദേഹം ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ വെനിസ്വേലയും അമേരിക്കയും പതിറ്റാണ്ടുകളായി ശത്രുതയിലാണ്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള ജുവാൻ ഗൈഡോയെ പിന്തുണയ്ക്കുന്ന അവർ നിലവിലെ പ്രസിഡന്റ് മഡൂറോയുടെ തിരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുന്നില്ല. മഡൂറോ മയക്കുമരുന്ന് കാർട്ടലുകളെ പിന്തുണയ്ക്കുന്നുവെന്ന് അവരുടെ പണം ഉപയോഗിച്ചാണ് തിരഞ്ഞെടുപ്പ് വിജയിച്ചതെന്നും അമേരിക്ക പറയുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെനിസ്വേലയുടെ അളവില്ലാത്ത എണ്ണ സമ്പത്താണ്. ആ എണ്ണ സമ്പത്ത് അമേരിക്കയിലേക്ക് ഒഴുക്കണം. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ തങ്ങളുടെ ഒരു പാവ സർക്കാരിനെ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, അതായത് നമ്മുടെ ഇവിടുത്തെ രാഹുൽ ഗാന്ധി പോലെയുള്ള ഒരാൾ, അയാൾ അമേരിക്കയ്ക്ക് സപ്പോർട്ടാണ്. അങ്ങനെയുള്ള ഒരുത്തനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് യഥേഷ്ടം വെനിസ്വേലയിൽ കയറി മേയാനായി സാധിക്കും. അത് മഡൂറോ തടയുന്നു. അതുകൊണ്ട് മഡൂറോയെ ഒരു ഡ്രഗ് കാർട്ടൽ വീരനാണ് എന്ന് അമേരിക്ക പറയുന്നു, പ്രചരിപ്പിക്കുന്നു. ഇപ്പോഴിതാ US ആക്രമിക്കുമെന്ന് പ്രസിഡന്റ് മഡൂറോ പറയുന്നു. ഗൈഡഡ് മിസൈൽ ക്രൂയിസർ USA ആർലി ബർക്ക് ക്ലാസ് ഡിസ്ട്രോയറുകൾ, USA ജെയ്സൺ ഡൻഹാം, USA സാംസർ, കോസ്റ്റ് ഗാർഡിന്റെ മിലിപ്പോർ ന്യൂക്ലിയർ അന്തർവാഹിനി, USS ന്യൂപോർട്ട് ഡിസ്ട്രോയറുകൾ, USS സാൻ ആന്റിയാഗോ, ഫോർട്ട് ബേ ഡസ്നിയർ എന്നിവ കൊളംബിയൻ സമുദ്രത്തിന് സമീപം US വിന്യസിച്ച് കഴിഞ്ഞു. ആ മയക്കുമരുന്ന് കാർട്ടലുകളെ ഞങ്ങൾ നേരിടാനാണ് ഇത് ചെയ്യുന്നതെന്നാണ് US പ്രധാനമായും പറയുന്നതെങ്കിലും ഈ പിരിമുറുക്കത്തിൽ റഷ്യയും ചൈനയും എന്ത് പങ്കുവഹിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളം.